ആ എടിയേ ഇത് കണ്ടാ കണ്ടടേ. ഇതെന്തിനാടി ഇവിടെ? എന്നാടി അങ്ങനെ ചോദിച്ചത്? ഏയ് എടി ഉണ്ണിയേശു ഞങ്ങളുടെ തൊഴുത്തിലാണല്ലോ ജനിച്ചത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ തൊഴുത്തലങ്കരിക്കും. അപ്പൊ പിന്നെ നിനക്കും ഞങ്ങളുടെ കൂടെ കൂടിയാ പോരെ? എന്തോ എങ്ങനെ? എടി ഉണ്ണിയേശു ഞങ്ങളുടെ തൊഴുത്തിലാണ് പിറന്നത്. നീ ആ പാട്ട് കേട്ടിട്ടില്ലേ? കാലിത്തൊഴുത്തിൽ പിറന്നവനേ. കേട്ടിട്ടില്ലേ? കാലി എന്ന് വെച്ചാൽ പശു. അപ്പൊ കാലിത്തൊഴുത്ത് എന്ന് വെച്ചാൽ പശുവിന്റെ തൊഴുത്ത്. അവള് പുതിയ കഥയായിട്ട് വന്നേക്കും. അവളുടെ തൊഴുത്താണ് പോലും. ഒന്ന് പോടി എന്ന്. ബദ്രഹേമിൽ എവിടെയാടി പശു? ബത്ലഹേമില് പശുവുണ്ട്, മിൽമായും ഉണ്ട്. നിനക്ക് സംശയം ഉണ്ടാ? ആ ഇടേ ഉണ്ണിയേശു ആട്ടിടയനായിരുന്നു, അല്ലാതെ പശുവിന്റെ ഇടയനല്ല. പിന്നെ എങ്ങനാടി നിങ്ങളുടെ തൊഴുത്തി വന്ന് ജനിക്കുന്നത്? അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ, പക്ഷെ ജനിച്ചത് പശുവിന്റെ തൊഴുത്തിലാണ്. ആട്ടിൻ തൊഴുത്തിലാണെന്നാ ഞാനും കേട്ടേക്കണത്. കേട്ടാ ഇപ്പൊ എങ്ങനെ ഇരിക്കണം? പിന്നെ കണ്ട